തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവും KGF. KGF-ന്റെ റോക്കി ബായ് ആയിരുന്നു ഞാൻ ഒരു കാലത്ത്. അത് എന്റെ കഥയാണ്. പണ്ട് നാട് വിട്ട് കപ്പൽ കയറി ധാരാവിയിലെത്തി ഗുണ്ടായിസം കാട്ടി മുംബൈ അടക്കി വഹിച്ച ഒരു മുജീബ് ഉണ്ടായിരുന്നു. ആ മുജീബിന്റെ കഥയാണ് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് KGF എന്ന സിനിമ കണ്ടത്. ഇനി അതിന്റെ ഒരു രണ്ടാം ഭാഗമുണ്ട്. അതിന്റെ കഥ അറിയാം നിങ്ങൾക്ക്? അത് എന്റെ സ്വന്തം കഥയാണത്. ആ കഥ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഫുള്ള് സ്വർണം കടത്തിയിട്ട് കപ്പലിൽ കൊണ്ടുപോകുമ്പോ കപ്പൽ തകരുന്നിട്ട് ആ സിനിമ തീർന്നു. അതിന്റെ ബാക്കി കഥയുണ്ട്. അതായത് ഞാൻ ബാക്കിയായിട്ട് ഇടുക്കെത്തിയ കഥ. അതിൽ ഫുള്ള് സ്വർണം ഉണ്ടായി. സ്വർണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫുള്ള് സ്മഗ്ലിംഗ് ആക്കിയിട്ട് ബോംബെയിൽ അടക്കി വെച്ചിട്ട് സ്വർണം കുറേ ഇതാക്കി. ആ സ്വർണം ഇപ്പൊ കാണുന്ന അംബാനി, ടാറ്റ ഓർക്കെല്ലാം കൊടുത്ത് എന്തായാലും എനിക്ക് രക്ഷപ്പെടണ്ടേ. ഈ സ്വർണം കൊണ്ട് എന്തായാലും പോയെങ്കിൽ എന്നെ പോലീസ്, ഇൻകം ടാക്സ്, നേവി എല്ലാം പിടിക്കും കപ്പല വാങ്ങി. അങ്ങനെ ഞാൻ ഫുള്ള് സ്വർണം ഓർക്ക് കൊടുത്ത് അങ്ങനെ ഒരു വലിയ കോടീശ്വരന്മാരായി. ഇപ്പൊ നമ്മളെ വേണ്ടില്ല, ഒരു ഫോൺ വിളിച്ചെങ്കിൽ എടുക്കല്ല. അംബാനിന്റെ അടുത്ത് മിസ് കോൾ അടിച്ചിന്. എന്തേ അങ്ങോട്ട് വിളിച്ചതിന് മടക്കി വിളിച്ചിന് എന്ന് പറയാൻ വേണ്ടിട്ട് ഒരു മിസ് കോൾ അടിച്ചത്. എന്നിട്ട് ഞാൻ വേണമെങ്കിൽ വീഡിയോ കോൾ ആക്കി എടുക്കല. ഓന്റെ മംഗളത്തിന് എന്നെ വിളിച്ചിട്ടാ. പറ്റൈഡി പൃഥ്വിരാജ് അടക്കം വിളിച്ചിന്, എന്നെ വിളിച്ചിട്ടാ. പണ്ട് എന്തും ഇല്ലാത്ത അംബാനിയെ ഈ സ്ഥിതിയിലേക്കാ എന്നെ വിളിച്ചിട്ടാ. ചോര കൊണ്ട് ഇതിഹാസം നിർത്തിയിട്ട് ആ സ്വർണം കൊണ്ടാണ് അംബാനി ഈ നിലയിലെത്തിയത്. എന്നിട്ട് എന്നോ മറന്നു. ആ ഓന് എന്നെ മംഗളത്തിന് വിളിക്കാതെ ഒരു ബേജാറാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന നെയ്മൂർ റഷീദ് ഒരു പണ്ടനൊക്കെ ബോംബെയിലുണ്ടായിരുന്നു. റോക്കി ബായിന്റെ കിങ്കരന്മാരായിട്ട് എന്റെ ഇടവും ബലവും ഉണ്ടായിരുന്നു രണ്ടാള്. ഇപ്പൊ കാണുന്നവരല്ല, പണ്ട് കത്തി, ചോര, വടിവാള് ഇതെന്നായിരുന്നു. നെയ്മൂർ ഇപ്പോഴും തന്നെ, പക്ഷെ ആ ആരോഗ്യവും നഷ്ടപ്പെട്ടു പണ്ടത്തെ. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതേപോലെ പണ്ടത്തെ ഞാൻ ഉണ്ടായെങ്കിൽ ഇപ്പൊ പരിപ്പേലിയുടെ ഇങ്ങനത്തെ ഒന്നല്ല, വലിയൊരു സെറ്റപ്പിൽ കട്ടി. പൈസ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. പണ്ടത്തെയും കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 2-3 കൊല്ലം കഴിഞ്ഞെങ്കിൽ ഇതെല്ലാം ഞാൻ സ്പോൺസർ ആക്കും, ഞാൻ നടത്തും. അക്കൗണ്ട് ബാലൻസ് ആണെങ്കിൽ കുറ്റിക്കോല് അക്കൗണ്ട് ഉണ്ട്, അതിൽ കുറച്ച് ചെയ്തു. പിന്നെ ആരും അറിയാത്തൊരു അക്കൗണ്ട് ഉണ്ട് സ്വിസ് ബാങ്കിൽ. ഒരു 3 ബാങ്ക് സ്വന്തമായിട്ടൊക്കെ ഉണ്ട്. ആരോട് പറഞ്ഞിട്ടാണ് നിങ്ങളോട് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പറയേണ്ടി വന്നതിനോട് പറയുന്നത്. കഥ ഇറങ്ങി അങ്ങനത്തെ കഥ ഉണ്ട്. പിന്നെ അന്നത്തെ കൊലപാതകത്തിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊന്നും എന്തുമല്ല, സിനിമയിൽ കട്ടാക്കണം. കുറെ ചോര തെറിക്കുന്നൊന്നും സിനിമയിൽ കാണിച്ചുവിടാം. ഞാൻ പറഞ്ഞ ഒരേ വാളിൽ 4 സൈഡിലേക്ക് ഇങ്ങനെ കറക്കിത് തല തെറിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഗുണ്ടായിസം പണ്ട്. അങ്ങനത്തെ ഗുണ്ടായിസത്തിൽ ഞാൻ ഉണ്ടാക്കിയ കഥയാണ് റോക്കി ബായിന്റെ KGF. അപ്പൊ KGF 3 വരുമ്പോ നിങ്ങൾ കാണണം. അതായത് ഞാൻ ഈ സ്വർണം കൊടുത്തിട്ട് അംബാനിയും ടാറ്റയും എല്ലാം രക്ഷപ്പെടുത്തിയിട്ട് ഇന്ത്യനെ വലിയ സമ്പദ് രാജ്യമാക്കിയത് ഈ മുജീബ്, റോക്കി ബായ്. അപ്പൊ ആ സിനിമ നിങ്ങൾ കാണണം. ഓക്കെ ബൈ.